നമുക്ക് എഴുന്നേറ്റുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ആയിരിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും നമുക്ക് ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകാം. നമുക്കെപ്പോഴും പരാതി നിറഞ്ഞ ഹൃദയമല്ല വേണ്ടത്, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് കൂടിയിട്ടാവുമ്പോഴാണ് പരിശുദ്ധ അമ്മയെ പോലെ എപ്പോഴും ത്രിയേക ദൈവത്തെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ ഓർത്ത് അമ്മ എപ്പോഴും നന്ദി പറഞ്ഞിരുന്നു. നമ്മൾ കിട്ടാത്തതിനെ കുറിച്ച് വിഷമിക്കാതെ കിട്ടാത്തതിനെ കുറിച്ചിട്ട് നന്ദി പറഞ്ഞു നോക്കിയേ. ഇനി മുതൽ എനിക്ക് ജോലി കിട്ടിയില്ല, ഈശോയെ നിനക്ക് നന്ദി അങ്ങനെ പറഞ്ഞു നോക്കാം. കിട്ടാത്തതിനെ കുറിച്ചിട്ട് നന്ദി പറയാം, അപ്പൊ അതൊക്കെ കിട്ടിക്കോളും. പരിശുദ്ധ അമ്മ ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങൾ സഹിച്ചപ്പോഴും അമ്മ പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവത്തെ മഹത്വപ്പെടുത്തി അവിടുന്ന് അതാണ് നമ്മൾ ചെല്ലാൻ സ്വസ്ത്രഗീതം. അമ്മയോട് ചേർന്ന് നമുക്ക് കിട്ടാത്തതിനെ കുറിച്ചിട്ട് നമുക്ക് ഒത്തിരി സങ്കടമുണ്ട്, നമുക്ക് ഒത്തിരി വേദനയുണ്ട്. ആ വേദനകളൊക്കെ ഈ പരിശുദ്ധ അമ്മയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈശോയോട് കരങ്ങൾ സമർപ്പിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടിയിട്ടായിരിക്കുമ്പോൾ ദൈവം വീണ്ടും വീണ്ടും നമ്മളെ ഉയർത്തി നമുക്ക് കിട്ടാത്ത കാര്യങ്ങളൊക്കെ അത് സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മോട് ചേർന്ന് നമുക്ക് പ്രത്യേകമായിട്ടും നന്ദി അർപ്പിച്ച് സ്വസ്ത്രഗീതം ആലപിക്കാം.